നിലവിൽ ലൈഫ് ടൈം ഫ്രീ കാറ്റഗറിയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെടാം. ഇതിലേതെങ്കിലും കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അതിപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും ഇനിയിപ്പോൾ മോശം അനുഭവമാണെങ്കിലും കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫീച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു ടൈപ്പ് കാർഡ്, അതുപോലെ തന്നെ അത്യാവശ്യം മോശമില്ലാത്ത റിവാർഡ് ബെനിഫിറ്റ്, അതിന് കൂടുതൽ ലൈഫ് ടൈം ഫ്രീ എന്നൊരു കൺസിഡറേഷനിലാണ് കുറച്ച് കാർഡുകൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് കിവി കാർഡാണ്. ഇത് സ്പെഷ്യലി മർച്ചന് UPI പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഇറക്കി ചെയ്യുന്ന ഒരു കാർഡ് വേരിയൻ്റാണ്. സോ നിങ്ങൾ കൂടുതലായിട്ടും മർച്ചന് UPI പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ഇത് വിർച്വൽ ഒള്ളി കാർഡാണ്, നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ്ലൈനിലെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വിർച്വൽ കാർഡ് ആപ്പിൽ ലഭ്യമാണ്. സോ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാം. സോ ഓൺലൈൻ ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ മർച്ചൻ്റ് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടുള്ള ട്രാൻസാക്ഷൻ, ഇതിന് രണ്ടിനും പറ്റിയ ഒരു കാർഡ് വേരിയൻ്റാണിത്. ഇതിൽ കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് മർച്ചൻ്റ് QR കോഡ് സ്കാൻ ചെയ്തുള്ള പേയ്മെൻറ്റിനാണ്. ഇത് റുപേ വേരിയൻ്റ് കാർഡാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മർച്ചൻ്റ് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു കാർഡ് നമുക്ക് ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത്, റിവാർഡ് പോയിന്റ് അല്ല. ക്യാഷ് ബാക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് റിഡീം ചെയ്തെടുക്കാനും സാധിക്കും. പിന്നെ നമുക്ക് 100 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടുക. നോർമലി 1.5% ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ. പിന്നെ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് 0.5% ക്യാഷ് ബാക്ക് ആണ്, അതായത് 0.5% ക്യാഷ് ബാക്ക് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്കൊരു കിവി നിയോൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഇയർലി 999 രൂപയാണ് മെമ്പർഷിപ്പ് പ്രോഗ്രാം ഫീസ് വരുന്നത്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും. ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ QR കോഡ് സ്കാൻ ചെയ്ത് മറിച്ചിന് UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.5% ക്യാഷ് ബാക്കിന് പകരം 2% ക്യാഷ് ബാക്ക് കിട്ടും. ഓൺലൈൻ പേയ്മെൻറ്റിന് സെയിം ആണ്, നമുക്ക് 0.5% ക്യാഷ് ബാക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ അഡീഷണലി വരുന്ന ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമ്മൾ ഈ ഒരു കാർഡ് വഴി അല്ലാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം അപ് ടു 100 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. 50,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3% ക്യാഷ് ബാക്കും, 1,00,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 4% ക്യാഷ് ബാക്കും, 1,50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്കും കിട്ടും. ഇതിന് കൂടുതൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസും കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ട്. 50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ആക്സസ് കിട്ടും. 1,00,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1,50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വീതം നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ് കിട്ടുന്നത്. ഇതും ഈ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആണ്. ഈ പറഞ്ഞ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ബെനിഫിറ്റും കിട്ടുന്നത്. പിന്നെ കിട്ടുന്ന ക്യാഷ് ബാക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് റിഡീം ചെയ്തെടുക്കാം. അതിനെപ്പറ്റി നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്, ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപയാണോ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റായിട്ട് നമുക്ക് അനുവദിച്ച് കിട്ടുന്നത് ആ ഒരു ലിമിറ്റിൻ്റെ 1% വരെ ആയിരിക്കും. 3,00,000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 3,000 രൂപയായിരിക്കും. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാനിപ്പോൾ കഴിഞ്ഞ 16 മാസമായിട്ട്, അതായത് ഒരു വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നു, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. നിലവിൽ ഇതുവരെ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ 47,812 രൂപ ക്യാഷ് ബാക്കായിട്ട് എനിക്ക് ഇതുവരെ സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യാം. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷനാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഫസ്റ്റ് മില്ലേനിയ വേരിയൻറ്റ്. ഒരു എൻട്രി ലെവൽ കാർഡ് വേരിയൻ്റാണ്, അപ്ലൈ ചെയ്യുന്ന മിക്കവർക്കും കിട്ടാറുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് വെൽക്കം ബെനിഫിറ്റ് ആണ്. നമ്മൾ കാർഡ് എടുത്ത് ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ 5,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ്, കാർഡ് എടുത്ത് 30 ദിവസത്തിനുള്ളിൽ ഒരു EMI ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് EMI എമൗണ്ടിൻ്റെ 5% അപ് ടു 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഗോൾഡ് അതുപോലെ തന്നെ ജ്വല്ലറി പേയ്മെൻറ്റുകൾ EMI ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എലിജിബിൾ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി 90 ഡേയ്സിനുള്ളിൽ നമുക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഫ്യൂവൽ സർചാർജ് വേവറാണ്. 1% സർചാർജ് വേവറാണ് വരുന്നത്. അപ് ടു 200 രൂപ വരെ ഒരു മാസം നേടുവാനായിട്ട് സാധിക്കും. ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് 200 രൂപക്കും 500 രൂപക്കും ഇടയിലായിരിക്കണം. ഇനി നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ 25 പൈസയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ 20,000 രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ 150 രൂപക്കും 3 റിവാർഡ് പോയിന്റ് കിട്ടും. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ 20,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡിങ് ഉണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്പെൻഡിങ്ങിന് ഓരോ 150 രൂപയ്ക്ക് നമുക്ക് 3 റിവാർഡ് പോയിന്റിന് പകരം നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ ബർത്ത്ഡേയിലെ സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടും. ഫ്യൂവൽ പേയ്മെൻറ്റ്, EMI ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ATM വഴിയുള്ള ക്യാഷ് വിഡ്രോവൽ, ഇതിനൊന്നും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല. അതേപോലെ തന്നെ റെൻറ്റ് പേയ്മെൻറ്റ്, ഗവൺമെൻറ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ, എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ്, വാലറ്റ് പേയ്മെൻറ്റ്, ഇൻഷുറൻസ് പേയ്മെൻറ്റ്, യൂട്ടിലിറ്റി പേയ്മെൻറ്റിനൊന്നും നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല. യൂട്ടിലിറ്റി കാറ്റഗറി പേയ്മെൻറ്റ്
പിന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റിനൊക്കെ നമുക്ക് ഈ ഒരു കാർഡ് റിവാർഡ് പോയിന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓരോ 150 രൂപയ്ക്ക് നമുക്ക് ഒരു റിവാർഡ് പോയിന്റാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ATM വഴിയുള്ള ക്യാഷ് വിഡ്രോവൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഓരോ ട്രാൻസാക്ഷനും 199 രൂപ പ്ലസ് GST ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ATM ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് മുതൽ നമ്മൾ പലിശ കൊടുക്കുന്നതായിട്ട് വരും. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് റെയിൽവേ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് ക്വാർട്ടർലി 4 തവണ സെലക്ടഡ് റെയിൽവേ ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാം. കണ്ടീഷൻ വരുന്നത് തൊട്ട് മുമ്പത്തെ മാസം 20,000 രൂപ എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ഒരു 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ്, പിന്നെ ഒരു 25,000 രൂപയുടെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് ഒക്കെ ഈ ഒരു കാർഡിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. കണ്ടീഷൻ വരുന്നത് ലാസ്റ്റ് 30 ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു ട്രാൻസാക്ഷനെങ്കിലും നടത്തിയിരിക്കണം. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് 24/7 റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ്. നമുക്ക് 1399 രൂപ വർത്തായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഒരു വർഷത്തിൽ 4 തവണ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു കാർഡിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു UPI കാർഡ് കൂടി വരുന്നുണ്ട്, റുപേ കാർഡ് കൂടി വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതിന് അഡീഷണൽ ചാർജ് വരുന്നുണ്ട്. ആ ഒരു UPI കാർഡ് ഫ്രീ അല്ല, ചാർജബിൾ ആണ്. ജോയിനിങ് ഫീസും ആനുവൽ ഫീസും 199 രൂപ പ്ലസ് GST വരുന്നുണ്ട്. ജോയിനിങ് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 4 ട്രാൻസാക്ഷന് ഓരോ ട്രാൻസാക്ഷനും 50 രൂപ മാക്സിമം എന്ന രീതിയിൽ നമുക്ക് അപ് ടു 200 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഒരു UPI കാർഡിൽ 2000 രൂപയ്ക്ക് താഴെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് വീതമാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് 3 ഇരട്ടി റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ യൂട്ടിലിറ്റി അതുപോലെ ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെൻറ്റിന് നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ കിട്ടുന്ന റിവാർഡ് പോയിന്റ് റിഡംഷൻ ചെയ്യുമ്പോൾ ഒരു റിഡംഷൻ ചാർജ് വരുന്നുണ്ട്. 99 രൂപ പ്ലസ് GST ആണ് ഓരോ ട്രാൻസാക്ഷനും ഈടാക്കുന്നത്. പിന്നെ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ടൈഗർ വേരിയൻ്റ് കാർഡ്. ഈ ഒരു കാർഡിൻ്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് ഫോറക്സ് ചാർജ് 1.5% മാത്രമാണ്. നോർമലി 3.5% പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. ഇവിടെ 1.5% പ്ലസ് GST ആണ്. സോ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും ഇൻ്റർനാഷണൽ വെബ്സൈറ്റുകളിലോ ട്രാൻസാക്ഷൻ ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഈ ഒരു കുറഞ്ഞ ചാർജ് കൊടുത്താൽ മതിയാകും, 1.5% പ്ലസ് GST. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് പ്രത്യേകിച്ച് ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകളാണെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ക്വാർട്ടർലി 2 തവണ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രയോറിറ്റി പാസ് വഴി നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് വർഷത്തിൽ 2 തവണ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ക്വാർട്ടർലി ഒരു തവണ കോംപ്ലിമെൻ്ററി ഗോൾഫ് ഗെയിം ഇല്ലെങ്കിൽ ലെസൺ നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും ഒരു കോംപ്ലിമെൻ്ററി മൂവി ടിക്കറ്റ് വരുന്നുണ്ട് ബുക്ക് മൈ ഷോയിൽ അപ് ടു 500 രൂപ വരെയുള്ള എമൗണ്ടിന്. ഇനി ഈ ഒരു കാർഡിൻ്റെ റിവാർഡ് പോയിന്റ് സ്ലാബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ബെനിഫിറ്റ് നേടാം. ഇല്ലെങ്കിൽ സ്പെൻഡിങ് കുറവാണ്, ഇയർലി സ്പെൻഡിങ് കുറവാണെങ്കിൽ നമുക്ക് വലിയൊരു ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കുക. സ്ലാബിൽ കാണുന്നതാണ് അപ് ടു 1 ലക്ഷം രൂപ വരെ 1 റിവാർഡ് പോയിന്റ്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2.5 ലക്ഷം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് 2x റിവാർഡ് പോയിന്റ്, 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെ 4x, 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആനിവേഴ്സറി ഇയറിൽ സ്പെൻഡിങ് വന്നിക്കഴിഞ്ഞാൽ നമുക്ക് 6x റിവാർഡ് പോയിന്റ് കിട്ടും. അതിനൊരു കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കാണുവാനായിട്ട് സാധിക്കും. ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ എയർ മൈൽസ് ആണെങ്കിൽ 1.2 കിട്ടും ഒരു റിവാർഡ് പോയിന്റ് എന്ന് വെച്ചാൽ. ഇനിയിപ്പോൾ ക്യാഷ് ആയിട്ട് നമ്മൾ റിഡീം ചെയ്യുന്നെങ്കിൽ 40 പൈസ കിട്ടും. ഇൻഡസ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ പോർട്ടൽ വഴി റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ നമുക്ക് 40 പൈസ ഒരു റിവാർഡ് പോയിന്റിന് എന്ന രീതിയിൽ കിട്ടും. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റാണ് RBL ബാങ്കിൻ്റെ ഷോപ്പ് റൈറ്റ് ക്രെഡിറ്റ് കാർഡ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ലൈഫ് ടൈം ഫ്രീ എന്ന് ഉണ്ടെന്ന് ഉറപ്പാക്കുക. നോർമലി ഇത് ചാർജബിൾ ആണ്, ആനുവൽ ചാർജ് 500 രൂപ പ്ലസ് GST വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 2000 റിവാർഡ് പോയിന്റ് വരുന്നുണ്ട്. അതിൻ്റെ കണ്ടീഷൻ വരുന്നത് നമ്മൾ കാർഡ് ഇഷ്യൂ ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ ഒരു സ്വൈപ്പ് ട്രാൻസാക്ഷൻ നടത്തണം. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തവർക്ക് ഈ ഒരു വെൽക്കം ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. 60 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു 2000 റിവാർഡ് പോയിന്റ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ഗ്രോസറി കാറ്റഗറിയിൽ ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 റിവാർഡ് പോയിന്റ് കിട്ടും. മാക്സിമം നമുക്ക് ഒരു മാസം 1000 റിവാർഡ് പോയിന്റ് വരെ നേടാം. മറ്റു കാറ്റഗറിയിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ 100 രൂപക്കും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ സെറ്റിലായി 45 ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് റിവാർഡ് പോയിന്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് മൂവി ബെനിഫിറ്റ് ആണ്. നമുക്ക് ബുക്ക് മൈ ഷോയിൽ 10% ഡിസ്കൗണ്ട് അപ് ടു 100 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. ഒരു വർഷം 15 തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താം. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പല കാർഡുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. സോ കൂടുതലായിട്ട് അറിയാനായിട്ട് ആ വീഡിയോകളിൽ കാണുക, ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി